ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ സി വിജയൻ, ഈ കേസ് നമുക്കറിയാം, പല വഴിത്തിരിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. 7.5 വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ കേസിന്റെ പശ്ചാത്തലം? അതോടൊപ്പം തന്നെ ഈ കേസിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖലകളിലുമൊക്കെ ഇത് വിവിധ മേഖലകൾ ബാധിച്ചിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾ കൂടി വിവരിക്കുക വിപിൻ. ദിലീപ് കുമാർ, മലയാള സിനിമയെ തന്നെ പിളർത്തി രണ്ടാക്കി മാറ്റിയ ഒരു സംഭവം എന്ന് തന്നെ ഈ നടിയെ ആക്രമിച്ച കേസിനെ പറയാം. കാരണം 2017 ഫെബ്രുവരി 17 ശേഷം ഈ ഒരു അക്രമം ഉണ്ടായതിനു ശേഷം അതിൽ പലരും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന മൊഴിയല്ല പിന്നീട് പറഞ്ഞത്, അത് കോടതിയിൽ മാറ്റുന്നു. ഏകദേശം 7.5 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ, അത് സിനിമയിൽ മാത്രമല്ല സമൂഹത്തിൽ ആകെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്നിവ വളരെ വലുതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു കേട്ടുകേൾവിയില്ലാത്ത വളരെ അപൂർവം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ കോലിളക്കം ഇത് എല്ലാ ഘട്ടത്തിലും ഉണ്ടാക്കി എന്നുള്ളത് നിസ്സംശയം പറയാം. ഇപ്പൊ ഈ കേസിന്റെ ഒരു തുടക്കം അത് 2012 മുതൽ ഈ ആക്രമിക്കപ്പെട്ട നടിയോട് നടൻ ദിലീപിനുള്ള വൈരാഗ്യമാണ് എന്നുള്ളത് പ്രോസിക്യൂഷൻ പറയുന്നു. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും ഇത് സാധൂകരിക്കുന്നതാണ്. കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം അത് പുറം ലോകത്തെ അറിയിച്ചത്, തന്റെ കുടുംബത്തെ അറിയിച്ചത് ഈ ആക്രമിക്കപ്പെട്ട നടിയാണ് എന്നുള്ളത് ദിലീപ് വിശ്വസിക്കുകയും ആ രീതിയിൽ തന്നെ അത് പുറത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈരാഗ്യം കാരണം തന്നെ പല സിനിമകളിൽ നിന്നും താൻ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് ഈ സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരോട് തന്നെ ഈ അതിജീവിത തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ പല പടങ്ങളിൽ നിന്നും താൻ ഒഴിവായി പോകുന്നു എന്നുള്ളത്, തൻ്റെ ആശീർവാദമില്ലാതെ മലയാള സിനിമയിൽ ആരും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് ദിലീപ് പറഞ്ഞുവെന്നും ഇവരുടെ മൊഴിയായി തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. അന്ന് ഹണി ബി 2 എന്നുള്ള ഒരു സിനിമയുടെ ഭാഗമായിട്ടായിരുന്നു, അതിൻ്റെ അവസാനവട്ട ചില കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. ആ സമയത്തായിരുന്നു ഈ വാഹനത്തിൽ ഏകദേശം 9 മണി മുതൽ പിന്നീട് ഏകദേശം 2.5 മണിക്കൂർ കൊച്ചി നഗരത്തിലൂടെ അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിന് അവർ ഇരയാവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ഈ ഒരു കൃത്യം നടപ്പാക്കുകയും ഇനി ഇതിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിലെ വിവരങ്ങളാണ് ഈ പറയുന്നത്. ഈ വാഹനത്തിൽ വെച്ച് ഈ ഒരു പീഡനത്തിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ DD ഫ്ലാറ്റ് എന്നുള്ള ഒരു ഫ്ലാറ്റിലേക്ക് അവിടേക്ക് കൊണ്ടുപോവുകയും അവിടെ 5 പേർ കാത്തിരിക്കുന്നുണ്ട്, അവർ കൂട്ടബലാത്സംഗം ചെയ്യും എന്നുള്ളതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നടക്കമുണ്ട്. അപ്പോൾ അവർ നേരിട്ട ഒരു വേദന എത്രത്തോളം വലുതായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ആ വാഹനം ഉപേക്ഷിച്ച് പോകുന്നു. അവർ ലാലിനെ സമീപിക്കുന്നു. ലാലിന്റെ വീട്ടിൽ വെച്ച് ഇവർക്ക് എന്തോ വലിയത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലാല് ആദ്യം രഞ്ജി പണിക്കരെ വിളിക്കുന്നു. രഞ്ജി പണിക്കറിന് ശേഷം പിന്നീടാണ് ബെഹ്റയെയാണ് ആകെ പരിചയമുണ്ടായിരുന്നത്. അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിക്കുന്നു. ലോക്നാഥ് ബെഹ്റ ഈ കേസിൽ ഇടപെടുകയും പേടിക്കേണ്ട, എത്രയും വേഗം താൻ ഇതിലൊരു ഇടപെടൽ നടത്താമെന്നുള്ളത് ലാലിനോട് പറഞ്ഞു എന്നുള്ളതുമാണ് മൊഴി. അങ്ങനെയാണ് ആ വീട്ടിലേക്ക് പിന്നീട് PT തോമസും പോലീസ് ഉദ്യോഗസ്ഥരും വരികയും ആദ്യഘട്ടത്തിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ലാൽ ജൂനിയറിന്റെ സിനിമയായിരുന്നു ഹണി ബി 2 എന്നുള്ളത്. ആ സിനിമയിലെ നായികയായിരുന്നു ഭാവന. അതിന്റെ ആദ്യഘട്ടത്തിലുള്ള ഷൂട്ടിംഗ് മുഴുവൻ നടന്നിട്ടുള്ളത് ഗോവയിലായിരുന്നു. ആ ഗോവയിൽ വെച്ചൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ കേസിന്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളതാണ്. മറ്റൊന്നുള്ളത്, മലയാള സിനിമയിൽ തന്നെ WCC എന്നുള്ള ഒരു സംഘടനയുടെ പിറവിക്ക് തന്നെ ഇത് കാരണമായി. ഒപ്പം തന്നെ ഓരോ സൈറ്റിലും ഈ സിനിമയുടെ ഉള്ളിലെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാകണം എന്നുള്ള വളരെ നിഷ്കർഷിച്ചമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന്മേലുള്ള തുടർ ചർച്ചകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദിലീപിനെ സംബന്ധിച്ച് കേൾവിയില്ലാത്ത സംഭവത്തിനായിരുന്നു 7.5 വർഷം മുമ്പ് കേരളം സാക്ഷ്യം വഹിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയാനിരിക്കുകയാണ്. ഇനി ഒരു ദിവസമില്ല വിധിക്ക്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ മാത്രം എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. നടൻ ദിലീപ്, പൾസർ സുനി തുടങ്ങി 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.